പ്രേക്ഷകരെ, ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. 48 മണിക്കൂർ കഴിഞ്ഞാൽ റിപ്പോർട്ടറിന്റെ മാജിക് സ്ക്രീനിൽ തെളിയാൻ പോകുന്ന നമ്പറുകൾ എന്തൊക്കെയാണ്? LDF, UDF, NDA എല്ലാവരും വോട്ടെണ്ണലിന് തയ്യാറായി നിൽക്കുന്നു. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. മറ്റന്നാൾ രാവിലെ 8:30 ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. ഭരണമുറപ്പിച്ച് UDF-ഉം ഭരണ തുടർച്ചയുറപ്പിച്ച് LDF-ഉം കാത്തിരിക്കുന്നു. എക്സിറ്റ് പോളുകളേക്കാൾ മികച്ച വിജയമുണ്ടാകുമെന്നാണ് UDF-ന്റെ അവകാശവാദം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളും സജീവമായിട്ടുണ്ട്. ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് നേതാക്കൾ. എന്നാൽ എക്സിറ്റ് പോളുകൾ തെറ്റിച്ച് 3ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമെന്ന് LDF-ഉം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 7 സീറ്റ് വരെ നേടാമെന്ന അഭിപ്രായ സർവേകളിൽ പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുകയാണ് NDA-യും. TV പ്രസാദും റോഷിപാലും BS രഞ്ജിത്തും ചേരുന്നുണ്ട് തത്സമയം. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. BS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. എക്സിറ്റ് പോളുകളുടെ പിരിമുറുക്കത്തിലാണ് മുന്നണികൾ. UDF-ന് ആത്മവിശ്വാസമുണ്ടെങ്കിലും ഒരുപക്ഷെ ഇതൊന്നും അറിയാത്ത ഒരു സൈലന്റ് ആയിട്ടുള്ള നിശബ്ദമായിട്ടുള്ള അടിയൊഴുക്കുണ്ടെങ്കിൽ ഈ ബേസ് സീറ്റുകൾ 70 എന്നുള്ളത് UDF-ന് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. LDF-നെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ TV പ്രസാദ് 76 സീറ്റുകൾ നേടും എന്നുള്ളൊരു ആത്മവിശ്വാസം മിക്ക നേതാക്കളോട് സംസാരിക്കുമ്പോഴുമുണ്ട്, മന്ത്രിമാരോട് സംസാരിക്കുമ്പോഴുമുണ്ട്. എന്നാൽ മറുഭാഗത്ത് 80 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ളതാണ് UDF-ന്റെ ആത്മവിശ്വാസം. വമ്പൻ പോരിന് കളമൊരുങ്ങുമ്പോൾ LDF-ലെ പ്രതീക്ഷകൾ അവസാന നിമിഷം എന്താണ് TV പ്രസാദ് നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞതുപോലെ ഭരണ തുടർച്ച ഉറപ്പിക്കുകയാണ് LDF നേതാക്കൾ എന്നുള്ളതാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും തന്നെ ഇക്കാര്യം പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവരോട് രഹസ്യമായി സംസാരിക്കുന്ന സമയത്ത് വലിയ അവകാശവാദത്തിനൊന്നും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് പരിഗണിക്കേണ്ടതും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതും അവർ എന്താണ് നമ്മളോട് പറയുന്നത് എന്നുള്ളത് മാത്രമാണ്. ഉറപ്പായും LDF ഒരു തുടർഭരണം പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് മണ്ഡലത്തിൽ MLA-മാർ ചെയ്ത വികസനം തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനോട് എതിരായ ഒരു വികാരമുണ്ടെങ്കിൽ പോലും മണ്ഡലത്തിലേക്ക് തിരിച്ചു നോക്കിയാൽ അവർ വോട്ട് ചെയ്യേണ്ട MLA-മാരെ വെച്ച് നോക്കിയാൽ അവിടെ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് മാത്രമല്ല വികസനം കാര്യമായി അവർ ചെയ്തിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് CPIM നേതൃത്വവും LDF നേതൃത്വവും ഉള്ളത്. മാത്രവുമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിവാദ വിഷയങ്ങൾ അത് തിരിച്ചടിയായിട്ടില്ല എന്ന വിലയിരുത്തലാണ് നിലവിൽ CPIM-ഉം അതുപോലെ തന്നെ LDF-ഉം ഉള്ളത്. ഒരുപക്ഷെ ഇനിയിപ്പോൾ വലിയ വേവ് അത് UDF-ന് അനുകൂലമായി ഉണ്ടാവുകയാണെങ്കിൽ LDF പറയാനുള്ള സാധ്യത ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയമായിരിക്കുമോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ഘട്ടത്തിൽ അതായത് മറ്റന്നാൾ വോട്ട് പെട്ടികൾ തുറക്കാനുള്ള സമയത്തിന് തൊട്ട് മുമ്പ് വരെ LDF അവരുടെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് അരുണ് പറഞ്ഞതുപോലെ ഒരു മാർജിൻ കിട്ടും, കടന്നുകൂടാനുള്ള ഒരു മാർജിൻ കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഭരണ തുടർച്ച തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും. റോഷിപാൽ കൂടി നമുക്ക് പോകേണ്ട. റോഷിപാൽ, എല്ലാ എക്സിറ്റ് പോളുകളും UDF-ന് ഒരു ആനുകൂല്യം നൽകുന്നു, UDF-ന് ഒരു പ്രതീക്ഷ നൽകുന്നു എന്നത് ശരിയാണ്. പക്ഷേ അപ്പോൾ പോലും അടിയൊഴുക്കുകൾ നിശബ്ദമായി എന്തെങ്കിലും ഉണ്ടോ? അവസാന നിമിഷം എന്തെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ എന്നുള്ളതൊക്കെ UDF ക്യാമ്പിനെ കുഴയ്ക്കുന്നുണ്ടോ? BJP വോട്ടുകളുടെ ഷിഫ്റ്റ് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ സീറ്റുകളിൽ തങ്ങൾക്കെതിരായി വരും എന്നുള്ള കാര്യത്തിലൊക്കെ UDF-ലെ ചില നേതാക്കൾക്കെങ്കിലും ചെറിയ ആശങ്കയുണ്ട്. പക്ഷേ എങ്കിൽ പോലും പൊതുവെ 80 സീറ്റുകളോളം നേടി അധികാരത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF-ലെ മിക്ക നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും. അതിലൊരു 76 മുതൽ 80 സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്നുള്ളതാണ് മിക്ക നേതാക്കളും ഒരുമിച്ച് പറയുന്നത്. 100 എന്ന് ആരും ഇപ്പോൾ പറയുന്നില്ല, അല്ലേ റോഷിപാൽ? അരുൺകുമാർ, എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതോടെ UDF നേതാക്കളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും UDF ജില്ലാ കമ്മിറ്റികളും നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് 74 മുതൽ 80 വരെയൊക്കെയുള്ള സീറ്റുകളിൽ വിജയിക്കുമെന്ന ഉറപ്പ് UDF നേതാക്കൾ പങ്കുവച്ചത്. എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നപ്പോൾ ഒരുപക്ഷേ അത് 85ഉം 90ഉം ഒക്കെ ആകാൻ സാധ്യതയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതിന് ഒട്ടേറെ കാരണങ്ങളും അവർ നിരത്തുന്നുണ്ട്. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം UDF-നെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അത് നിലനിൽപ്പിന് കൂടി ആവശ്യമാണെന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് അത് ആത്മവിശ്വാസത്തോടെ അവർ കണക്കുകൾ കൂട്ടുന്നത്.
നിലവിൽ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം അലയടിച്ചിട്ടുണ്ടെന്ന് UDF നേതൃത്വം വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലുണ്ടായ പല വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ UDF അനുകൂലമാക്കി മാറ്റാൻ പ്രചാരണം ശക്തമാക്കിയെന്ന്. അതിൽ ശബരിമല ഒരു പ്രധാന വിഷയമാണ്. അതിനൊപ്പം ആരോഗ്യ മേഖലയിലെ ചികിത്സാ പിഴവുകൾ വിഷയമാണ്. ഏറ്റവും ഒടുവിൽ മുസ്ലിം ക്രൈസ്തവ വോട്ടുകളൊക്കെ UDFന് അനുകൂലമായി ഏകോപിപ്പിക്കപ്പെട്ടു എന്ന് അവർ അവകാശപ്പെടുകയും കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം FCRA നിയമ ഭേദഗതിയും ഒപ്പം പൗരത്വ ബിൽ വരികയാണെങ്കിൽ അതിനും പോരാട്ടം നയിക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന ഒരു വിലയിരുത്തൽ, അങ്ങനെ ഒരു പ്രചാരണം നടത്തി. അതേപോലെ തന്നെ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് UDF നേതൃത്വത്തെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. കാരണം സ്ത്രീകളെ ആകർഷിക്കുന്ന തരത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തി, അത് കൃത്യമായി പ്രചരിപ്പിച്ചു. അതൊക്കെയാണ് ആത്മവിശ്വാസം വർദ്ധിക്കാൻ കാരണം. പക്ഷേ ഇടയ്ക്ക് BJPയുടെ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടോ എന്ന ആശങ്കയൊക്കെ UDF നേതാക്കൾക്കുണ്ട്. അങ്ങനെ ചില ആശങ്കകൾ പ്രകടിപ്പിക്കാൻ കാരണമുണ്ട്. SDPIയുടെ പ്രചാരണം അവസാന ഘട്ടത്തിൽ SDPI സംസ്ഥാനം ആകെ നടത്തിയ പ്രചാരണം അത് മുസ്ലിം സമുദായത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്നൊക്കെ ആശങ്കയുണ്ട്. ഏതായാലും അതുകൊണ്ട് 10 മടങ്ങ് ആത്മവിശ്വാസമുള്ളപ്പോഴും സീറ്റുകളുടെ എണ്ണം 74 മുതൽ 80 എന്നതാണ് UDF നേതാക്കളുടെ കണക്ക്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. വലിയ പ്രതീക്ഷയൊന്നും തുടക്കത്തിലില്ലായിരുന്ന NDA ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ വേണ്ടി വന്നാൽ 10 സീറ്റുകൾ 7 സീറ്റുകൾ പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വരുന്നു. നിശബ്ദമായിട്ട് അടിയൊഴുക്കുകൾ ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ചാത്തന്നൂരടക്കം ഒരുപക്ഷെ പിടിച്ചേക്കാം എന്നുള്ളതാണ്. മഞ്ചേശ്വരത്ത് സാധ്യത കാണുന്നു, കാസർഗോഡ് സാധ്യത കാണുന്നു എന്ന് ചിലർ പറയുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 2-3 സീറ്റുകൾ കിട്ടിയേക്കാനുള്ള സാധ്യതയുണ്ട്. മൊത്തം ഒരു 7 സീറ്റുകൾ പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പോൾ NDA ക്യാമ്പിലുമുണ്ടോ VS സുജിൻ? ഡോക്ടർ അരുൺ, പീപ്പിൾ ഇൻസൈറ്റ് പോലുള്ള സർവേകളൊക്കെ വലിയ പ്രതീക്ഷ BJPക്ക് കൊടുക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2 കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ആ 2 കാര്യങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകവുമാണ്. ഒന്ന്, BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒരു ക്രോസ് വോട്ടിംഗ് നടക്കാത്തത് കൊണ്ട് BJPക്ക് ജയിച്ചു കയറാൻ സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെയൊക്കെ നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി ഒരു പരസ്പര ധാരണ കേരളത്തിലെ പ്രബല മുന്നണികൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് BJPയുടെ ആക്ഷേപം. ഇത്തവണ പക്ഷേ അങ്ങനെ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ല. പ്രത്യേകിച്ച് UDFനും LDFനും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ BJP പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന മട്ടിൽ ഒരു മണ്ഡലത്തിലും അത്തരത്തിൽ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ല. അതുകൊണ്ട് ത്രികോണ മത്സരം നടന്ന പാലക്കാട്, നേമം, കഴക്കൂട്ടം, കാസർഗോഡ്, മഞ്ചേശ്വരം, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. കൂടാതെ തിരുവല്ല പോലുള്ള മണ്ഡലങ്ങളും കാട്ടാക്കട പോലുള്ള മണ്ഡലങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. ഒപ്പം BJPക്ക് സ്വാധീനമുള്ള A ക്ലാസ് മണ്ഡലങ്ങളായി 32 മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ BJPക്ക് വലിയ തോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ 32-ന് അപ്പുറത്തുള്ള മറ്റു മണ്ഡലങ്ങളിൽ BJP സ്വീകരിച്ച നിലപാട് എന്തായിരിക്കും, BJP വോട്ടുകൾ എങ്ങോട്ട് ഷിഫ്റ്റായി എന്നുള്ളതും ഈ അധികാര രാഷ്ട്രീയത്തെ നിർണ്ണയിക്കും. ഒരു സഭ വരികയും അതിൽ BJP നിർണായക ശക്തിയാവുകയും ചെയ്യുക എന്നുള്ളതാണ് BJP നേതൃത്വം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു VS സഞ്ജിത്. നിരവധി പ്രേക്ഷകരുടെ മെസ്സേജുകളുണ്ട്. LDF 76 മുതൽ 81 വരെ സീറ്റുകൾ നേടുമെന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. UDF 61 സീറ്റുകൾ വരെയും NDA 1 സീറ്റ് വരെയും. നേമത്ത് ചിലപ്പോൾ അക്കൗണ്ട് തുറന്നേക്കാം എന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, LDF 37 സീറ്റുകളിലേക്ക് ഒതുങ്ങും. വലിയ UDF വേവാണ് വരാനിരിക്കുന്നതെന്ന് മറ്റൊരു പ്രേക്ഷകൻ പറയുന്നു.